നമസ്കാരം. വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ MLA-യും മുൻ DCC പ്രസിഡന്റുമായ IC ബാലകൃഷ്ണന് കുരുക്കുമുറുകയാണ്. കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം നൽകിയെന്നുള്ള ആരോപണമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഇതിന്റെ ഉടമ്പടി രേഖ ഉൾപ്പെടെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് NM വിജയൻ KPCC അധ്യക്ഷന് കത്തയച്ചിരുന്നു. വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് NM വിജയന്റെ കുടുംബം. വിജയനും ഒരു അധ്യാപകനും തമ്മിലുള്ള ഉടമ്പടി രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി, മടക്കിമല എന്നിവിടങ്ങളിലെ സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിലേക്ക് നിയമിക്കാമെന്നായിരുന്നു ഉടമ്പടി. ഏതെങ്കിലും കാരണവശാൽ നിയമനം ലഭിക്കുന്നില്ലെങ്കിൽ വിജയൻ ഇതിന് 7% പലിശ ഈടാക്കുമെന്നും ഉടമ്പടിയിൽ വ്യക്തമാക്കിയിരുന്നു. 2019 ഒക്ടോബർ 9 ഈ ഉടമ്പടി ഉണ്ടാക്കിയത്. ഇതിനുശേഷം ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയുമായ NM വിജയനും കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. 30 ലക്ഷം രൂപ നൽകിയിട്ടും ഒന്നാം കക്ഷിയുടെ മകന് 3 ബാങ്കിലും ജോലി ലഭിച്ചിരുന്നില്ല. ഇതിനു പുറമെ ജോലി വാഗ്ദാനം ചെയ്തു വാങ്ങിയ 30 ലക്ഷം രൂപയും IC ബാലകൃഷ്ണൻ തിരിച്ചു നൽകിയില്ല. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ അന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെട്ടു. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായും പരാതിയുണ്ട്. കോടികൾ തട്ടിയെടുത്തവർ NM വിജയനെ ബലിയേടാക്കിയതാണെന്നും കോൺഗ്രസിലെ നേതാക്കൾ രഹസ്യമായി തന്നെ പറയുന്നുണ്ട്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യാ ശ്രമം നടത്തിയതിന് പിന്നാലെ വീട്ടിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായും സംശയമുണ്ട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും CPM ബത്തേരി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് വിജയനും ജിജേഷും മരണത്തിന് കീഴടങ്ങിയത്.